ഹലോ നമസ്കാരം. സഹകാരി റൈസ് പ്ലസിന്റെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി ക്ലാസ്സിനടിയിൽ കമന്റ് വരുന്നുണ്ട് അപ്പോയിന്റ്മെന്റ്സ് ചെയ്യുമെന്ന്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും കേരളത്തിലെ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് എല്ലാം നോക്കിപ്പോകാം. വരും ക്ലാസ്സുകളിൽ നമുക്ക് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സും ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ ഏതാണെന്ന് നമ്മുടെ ക്ലാസ്സിന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് പറ്റുന്ന രീതിയിൽ എല്ലാ ക്ലാസ്സും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോയിന്റ്മെന്റ്സ് കേരള. കേരളത്തിലെ 22ാമത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അപ്പോൾ എത്രാമത്തെ എന്നുകൂടി ഓർത്തിരിക്കുക, 22nd ആണ്. 22nd ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. 23rd ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ. അപ്പോൾ നമ്മുടെ 23ാമത്തെ ചീഫ് മിനിസ്റ്റർ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. എണ്ണം ഓർത്തിരിക്കുക. 22ാമത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. 23ാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. വ്യക്തിതലത്തിൽ 12 ആണ്. ഓർത്തിരിക്കുക, വ്യക്തിതലത്തിൽ 12ാമത്തെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. 23ാമത്തെ മുഖ്യമന്ത്രിയാണ് എന്ന് ഓർക്കുക. 24ാമത്തെ സ്പീക്കറാണ് AN ഷംസീർ. നിലവിലെ കേരള നിയമസഭാ സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. തലശ്ശേരി MLA ആണ് AN ഷംസീർ. ഏതാണ്? തലശ്ശേരി MLA ആണ് AN ഷംസീർ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് A മുഹമ്മദ് മുസ്താഖ്. ഇത് ചെറിയൊരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്, എനിക്കറിയാം. ഇപ്പോഴും ഗൂഗിളിൽ കിടക്കുന്നത് മുഹമ്മദ് മുസ്താഖ് എന്ന് തന്നെയാണ്. മാറുന്നതിനനുസരിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും അപ്ഡേറ്റ് ചെയ്യുക. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് A മുഹമ്മദ് മുസ്താഖ്. 48ാമത്തെ ചീഫ് സെക്രട്ടറി V വേണു. അപ്പോൾ നിലവിലെ കേരള ചീഫ് സെക്രട്ടറി ആരാണ്? V വേണു ആണ്. V വേണു. നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദാർവേഷ് സാഹിബ്. ആരാണ്? ഷെയ്ഖ് ദാർവേഷ് സാഹിബാണ് നിലവിലെ പോലീസ് മേധാവി. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ഗവർണർ നമുക്ക് എല്ലാവർക്കും അറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. AN ഷംസീർ ആണ് സ്പീക്കർ. തലശ്ശേരി MLA ആണെന്ന് ഓർക്കുക. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് A മുഹമ്മദ് മുസ്താഖ്. ചീഫ് സെക്രട്ടറി V വേണു. ചീഫ് സെക്രട്ടറി V വേണു. പോലീസ് മേധാവി ഷെയ്ഖ് ദാവേഷ് സാഹിബ്. ഒരു സാഹിബാണ്. ദാവേഷ് സാഹിബ് ഒരു സാഹിബാണ് പോലീസുകാരുടെ മേധാവി എന്ന് ഓർക്കുക. കേരള ഫസ്റ്റ് പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനാണ് VP ജോയ്. എന്താണ്? ഫസ്റ്റ് പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനാണ് VP ജോയ്. നമ്മളെ റിക്രൂട്ട് ചെയ്ത് ഏതെങ്കിലും ജോലിക്ക് റിക്രൂട്ട് ചെയ്ത് എടുക്കുമ്പോൾ നമുക്ക് എന്താണ്? ഭയങ്കര സന്തോഷമാണ് അല്ലേ? അപ്പോൾ ഫസ്റ്റ് പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനാണ് VP ജോയ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. VP ജോയ് ആണ് കേരള ഫസ്റ്റ് പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ. റിക്രൂട്ട്മെന്റ് നടക്കുന്നത് പൊതുമേഖലയിലോട്ടൂടെ ആണെങ്കിൽ പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് റിക്രൂട്ട്മെന്റ് വഴി കയറാൻ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ കുറച്ചധികം ജോയ്ഫുൾ ആവും. ഓർത്തിരിക്കുക, കേരള ഫസ്റ്റ് പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനാണ് VP ജോയ്. 6ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദ്. എപ്പോഴും ചോദിക്കുന്നതാണ് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ഒക്കെ ആരാണെന്ന്. നിലവിൽ നമുക്ക് 6ാമത്തെ ധനകാര്യ കമ്മീഷനാണ്. ചെയർമാന്റെ പേര് SM വിജയാനന്ദൻ. നമുക്ക് ധനം ലഭിക്കുന്നത് ഒരു വിജയമായിട്ട് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നമുക്ക് കൂടുതൽ ധനം ലഭിച്ചാൽ അതൊരു അച്ചീവ്മെന്റ് ആണ്, ഒരു വിജയമാണ്. അപ്പോൾ 6ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് SM വിജയാനന്ദ്. നമുക്ക് എന്ത് ലഭിച്ചു? കുറച്ചധികം ധനം ലഭിച്ചു. നമുക്കിത് വലിയൊരു വിജയമാണ്. ധനകാര്യ കമ്മീഷൻ ചെയർമാൻ SM വിജയാനന്ദൻ. 6ാമത്തേതെന്നുകൂടി ഓർത്തിരിക്കുക. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ്. അപ്പോൾ ദേവസ്വം ബോർഡിലും റിക്രൂട്ട്മെന്റ് വരികയാണ്. കേരള ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KB മോഹൻദാസ്. ദേവസ്വം ബോർഡില് റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാനാണ് KB മോഹൻദാസ്. തിരിഞ്ഞു പോകരുത്. പൊതുമേഖലയിൽ റിക്രൂട്ട് ചെയ്യുന്നത് നമുക്ക് ജോയ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. പൊതുമേഖലാ റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ VP ജോയ് ആണ്. ദേവസ്വം ബോർഡിലേക്ക് റിക്രൂട്ട്മെന്റ് വഴി ലഭിക്കുന്നത് ഒരു മോഹമാണ്. ദൈവത്തെ കാണുന്നത് ഒരു മോഹമാണ്. അപ്പോൾ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് ചെയർമാൻ KB
മോഹൻദാസ്. ആരാണ്? അതൊരു മോഹമാണ്, KB മോഹൻദാസ്. അടുത്തത് 11ാം ശമ്പള കമ്മീഷൻ ചെയർമാൻ കെ മോഹൻദാസ്. ശമ്പളവും ഒരു മോഹമാണ്. ശമ്പളം കൂടുന്നതൊക്കെ വളരെ നല്ല കാര്യമാണ്. അപ്പോൾ ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? കെ മോഹൻദാസ്. മറ്റേത് KB മോഹൻദാസ്, ഇത് കെ മോഹൻദാസ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ. ഒത്തിരി നാളായിട്ട് അദ്ദേഹം തന്നെയാണ്. ഒട്ടുമിക്ക പേർക്കും ഇത് അറിയാവുന്നതാണ്. KV മനോജ് കുമാർ ആണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ്. ആരാണ്? അലക്സാണ്ടർ തോമസ്. ഓർത്തിരിക്കുക, കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് അലക്സാണ്ടർ തോമസ്. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവി. അതും നമുക്കറിയാവുന്ന പോയിന്റ് ആണ്. കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി. പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി ആണ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ. അങ്ങനെയെങ്കിൽ കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ G ശശിധരൻ. ആരാണ്? G ശശിധരൻ. പിന്നാക്ക സമുദായം, പിന്നിൽ നിന്ന് വരുന്നത് ശശിയാണ് എന്ന് ഓർക്കുക. ഏറ്റവും അവസാനം പിന്നിൽ നിന്ന് വരുന്നവരെ നമ്മൾ അയ്യോ ശശിയായി എന്ന് പറയില്ലേ, ഏറ്റവും അവസാനമായി പോയി, പിന്നിൽ നിന്നും വന്നു. G ശശിധരൻ. കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ G ശശിധരൻ. പിന്നാക്കമായി പോകുന്നത് ശശിയാകുന്നതിന് തുല്യമാണ് എന്ന് ഓർത്തിരിക്കുക. ഈ സമുദായക്കാരെന്ന് വന്ന് എന്നൊന്നും പറയരുത്, ഞാൻ കോഡായിട്ട് പറഞ്ഞതാണ്. കേരള പിന്നാക്ക സമുദായ കമ്മീഷൻ ചെയർമാൻ G ശശിധരൻ. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ V ഹരി നായർ. ആരാണ്? V ഹരി നായർ. ഹരി നായർ വിവരാവകാശം, ഹരിവരാസനം പാടുക എന്നൊക്കെ ഓർത്തിരിക്കുക. ഹരി നായർ വിവരാവകാശം. കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് V ഹരി നായർ. അങ്ങനെയെങ്കിൽ കേരള മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ A ഷാജഹാൻ. ഇതും ഒത്തിരി നാളായിട്ട് ഷാജഹാൻ തന്നെയാണ്, നമുക്ക് അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ആരാണ്? സഞ്ജയ് കൗളാണ്. അദ്ദേഹം തന്നെയാണ് ഒത്തിരി നാളായിട്ട്. സഞ്ജയ് കൗളാണ് മുഖ്യ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആരാണ്? PS പ്രശാന്ത്. ആരാണ്? PS പ്രശാന്ത് ആണ് തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞെന്തായിരുന്നു? ദേവസ്വം ബോർഡ് റിക്രൂട്ട്മെന്റ് ചെയർമാൻ ആരായിരുന്നു? ദേവസ്വം ബോർഡിലൊക്കെ റിക്രൂട്ട്മെന്റ് വഴി ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് ഒരു മോഹമാണ്. ആരായിരുന്നു? KB മോഹൻദാസ് ആയിരുന്നു. KB മോഹൻദാസ്. ഇവിടെ എന്താണ്? തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആരാണ്? PS പ്രശാന്ത്. അപ്പോൾ തിരുവിതാംകൂറിലെ ദൈവങ്ങളൊക്കെ ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. PS പ്രശാന്ത്. തിരുവിതാംകൂറിലെ ദൈവങ്ങളെല്ലാം ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം പ്രസിഡന്റ് ആരാണ്? PS പ്രശാന്ത്. നമ്മുടെ PSC ചെയർമാൻ ആരും പഠിക്കണ്ട, കണ്ണും പൂട്ടി കറുപ്പിക്കും. നമ്മുടെ MR ബൈജു. അത് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നിലവിലെ PSC ചെയർമാനാണ് MR ബൈജു. വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ. MK സക്കീർ ആണ് നിലവിലെ വഖഫ് ബോർഡ് ചെയർമാൻ MK സക്കീർ. അത് കഴിഞ്ഞ് കിഫ്ബി KIIFB എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് ചെയർമാൻ. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. എന്താണ് കിഫ്ബി? കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ചെയർമാൻ ആരാണ്? മുഖ്യമന്ത്രിയാണ്. കിഫ്ബിയുടെ വൈസ് ചെയർമാൻ ധനകാര്യമന്ത്രിയാണ്. ഓർത്തിരിക്കുക, നമ്മുടെ കിഫ്ബിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയും വൈസ് ചെയർമാൻ ധനമന്ത്രിയുമാണ്. അങ്ങനെയെങ്കിൽ കിഫ്ബിയുടെ CEO ആരാണ്? KM എബ്രഹാം. ആരാണ്? KM എബ്രഹാം ആണ് കിഫ്ബിയുടെ CEO. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് KM എബ്രഹാം. ഓർത്തിരിക്കുക, മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് KM എബ്രഹാം. അദ്ദേഹമാണ് കിഫ്ബിയുടെ CEO. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാം ആണെങ്കിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആണ് ആര്? P ശശി. ആരാണ്? P ശശിയാണ് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി. KTDC ചെയർമാൻ ആരാണ്? PK ശശി. KTDC ചെയർമാൻ PK ശശി. എന്താണ് KTDC? കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അതാണ് KTDC. എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എന്താണ് KTDC?
കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. അപ്പോൾ കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ്? PK ശശിയാണ്. KSRTCയുടെ MD പ്രമോദ് ശങ്കർ. ആരാണ്? പ്രമോദ് ശങ്കർ ആണ് KSRTCയുടെ MD. KSRTCയുടെ മാനേജിംഗ് ഡയറക്ടർ ആണ് ആര്? പ്രമോദ് ശങ്കർ. KMRL. എന്താണ് KMRL? കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. എന്താണ്? കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് ആണ് KMRL. KMRLന്റെ MD ആണ് നമ്മുടെ ലോക്നാഥ് ബെഹ്റ. ലോക്നാഥ് ബെഹ്റയാണ് കൊച്ചിൻ മെട്രോ റെയിൽ ലിമിറ്റഡിന്റെ MD. KSRTCയുടെ MD പ്രമോദ് ശങ്കർ ആണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് അല്ലെങ്കിൽ KMRLന്റെ MD ലോക്നാഥ് ബെഹ്റയാണ്. തിരിയരുത്. ലോകം ചുറ്റുന്നത് ട്രെയിനിൽ കയറിയിട്ടാണ്. നമുക്ക് മെട്രോയിൽ കയറിയ ലോകം മുഴുവൻ കറങ്ങാം. അപ്പോൾ ലോക്നാഥ് ബെഹ്റയാണ് കൊച്ചി മെട്രോ റെയിൽ MD. പ്രമോദ് ശങ്കർ ആണ് KSRTC MD. അങ്ങനെയെങ്കിൽ K-ഫോണിന്റെ MD ആരാണ്? സന്തോഷ് ബാബു. ഫോൺ കിട്ടുമ്പോൾ നമുക്ക് നല്ല സന്തോഷമാണ്. അങ്ങനെയെങ്കിൽ K-ഫോണിന്റെ MD ആരാണ്? ഡോക്ടർ സന്തോഷ് ബാബു. ബാബുവിന് K-ഫോൺ കിട്ടിയപ്പോൾ സന്തോഷമായി. K-ഫോണിന്റെ MD ആണ് ഡോക്ടർ സന്തോഷ് ബാബു. എന്താണ് K-ഫോൺ? കേരള ഫൈബർ ഒപ്റ്റിക്സ് നെറ്റ്വർക്ക് എന്നതാണ് K-ഫോണിന്റെ ഫുൾ ഫോം. K-ഫോൺ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊരിക്കലും ഫോൺ നൽകുന്നതല്ല, ഇന്റർനെറ്റ് സൗകര്യം നൽകുന്നതാണ് K-ഫോൺ. സൗജന്യ ഇന്റർനെറ്റ് സംവിധാനമാണ്. കേരള ഗവൺമെന്റിന്റെ സൗജന്യ ഇന്റർനെറ്റ് സംവിധാനമാണ് K-ഫോൺ. അപ്പോൾ ഇന്റർനെറ്റ് ഒക്കെ നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ വളരെ സന്തോഷമുള്ള കാര്യമാണ്. K-ഫോണിന്റെ MD ആരാണ്? സന്തോഷ് ബാബു. കേരള ബാങ്ക് പ്രസിഡന്റ്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ള ചോദ്യമാണ്. കേരള ബാങ്കിന്റെ പ്രസിഡന്റ് ആണ് ഗോപി കോട്ടമുറിക്കൽ. ഗോപി കോട്ടമുറിക്കലാണ് കേരള ബാങ്ക് പ്രസിഡന്റ്. അങ്ങനെയെങ്കിൽ കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് ആരാണ്? MK കണ്ണൻ. വൈസ് പ്രസിഡന്റ് ആരാണ്? MK കണ്ണൻ ആണ് കേരള ബാങ്കിന്റെ വൈസ് പ്രസിഡന്റ്. കേരള ബാങ്ക് CEO ജോർട്ടി M ചാക്കോ. CEO ചാക്കിനകത്താണ് ഇരിക്കുന്നത്. കേരള ബാങ്കിന്റെ CEO പിടിച്ച് ചാക്കിലിട്ടേക്കുകയാണ്. ആരാണിട്ടത്? ജോർട്ടി ആണ്. ജോർട്ടി M ചാക്കോ കേരള ബാങ്കിന്റെ CEO ആണ്. അദ്ദേഹം കേരള ബാങ്കിന്റെ രണ്ടാമത്തെ CEO ആണെന്ന് ഓർക്കുക. അങ്ങനെയെങ്കിൽ ആദ്യത്തെ CEO ആരാണ്? PS രാജനാണ്. PS രാജനാണ് കേരള ബാങ്കിന്റെ ആദ്യത്തെ CEO. നിലവിലെ CEO ആണ് ചാക്കിനകത്ത് കയറി ഒളിച്ചിരിക്കുന്നത് ജോർട്ടി M ചാക്കോ. നിലവിലെ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ. ഖാദി ബോർഡ് എക്സാം ഒക്കെ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഖാദി ബോർഡിലേക്ക് ജോലിക്ക് കയറാനിരിക്കുന്നവരൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഖാദി ബോർഡ് വൈസ് ചെയർമാൻ P ജയരാജൻ. P ജയരാജനാണ് ഖാദി ബോർഡ് വൈസ് ചെയർമാൻ. K-റെയിൽ MD V അജിത് കുമാർ. K-റെയിലിന്റെ ചെയർമാൻ ആരാണ് നമ്മൾ പറഞ്ഞത്? ലോക്നാഥ് ബെഹ്റ. അപ്പോ K-റെയിലിന്റെ MD ആരാണ്? V അജിത് കുമാർ. V അജിത് കുമാർ ആണ് K-റെയിലിന്റെ MD. ശുചിത്വ മിഷൻ ഡയറക്ടർ UV ജോസ്. ആരാണ്? UV ജോസ് ആണ് ശുചിത്വ മിഷന്റെ ഡയറക്ടർ. ശുചിത്വ മിഷന്റെ ഡയറക്ടർ UV ജോസ്. ജോസ് താലൂക്കാസിലൊക്കെ നല്ല വൃത്തിയാണ്. അവർ നല്ല ശുചിത്വം പാലിക്കുന്നവരാണ് എന്ന് ഓർക്കുക. ശുചിത്വ മിഷൻ ഡയറക്ടർ UV ജോസ്. എങ്ങനെയാണ്? ജോസ് ആലൂക്കാസിൽ നമ്മൾ സ്വർണം വാങ്ങാൻ പോയില്ലേ? ജോസ് ആലൂക്കാസിൽ അവിടെ ചെല്ലുമ്പോൾ എങ്ങനെയാണ്? നല്ല നീറ്റായിട്ടല്ലേ കിടക്കുന്നത്. നല്ല സ്വർണ്ണക്കട എല്ലാം നല്ല വൃത്തിയാണ്. എങ്കിലല്ലേ ആള് കയറൂ. നല്ല നീറ്റായിട്ടാണ് ജോസ് ആലൂക്കാസ് കിടക്കുന്നത്. നല്ല ശുചിത്വം പാലിക്കുന്നവരാണ് അവർ. അപ്പോൾ ശുചിത്വ മിഷൻ ഡയറക്ടർ ആരാണ്? UV ജോസ് ആണ്. UV ജോസ്. മലയാളം മിഷൻ ഡയറക്ടർ നമുക്കറിയാം മുരുകൻ കാട്ടാക്കട. മുരുകൻ കാട്ടാക്കടയാണ് നിലവിലെ മലയാളം മിഷൻ ഡയറക്ടർ. അപ്പോൾ ശുചിത്വ മിഷൻ ഡയറക്ടർ ആരാണ്? UV ജോസ്. ശുചിത്വം കാണുമ്പോൾ തന്നെ എല്ലാവരും എവിടെ പോകണം? ജോസ് ആലൂക്കാസ് വരെ ഒന്ന് പോയിട്ട് വരണം. പോയിട്ട് വന്നിട്ടേ ആ ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മൾ കറുപ്പിക്കാവൂ. ജോസ് ആലൂക്കാസിന്റെ കാര്യം ആലോചിക്കുക. ശുചിത്വ മിഷൻ ഡയറക്ടർ UV ജോസ്. മലയാളം മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട. മലയാളം മിഷൻ മുരുകൻ കാട്ടാക്കട. സാക്ഷരതാ മിഷൻ ഡയറക്ടർ PS ശ്രീകല. സാക്ഷരതാ മിഷൻ PS ശ്രീകലയാണ്. ശ്രീകല. സാക്ഷരതാ മിഷൻ ഡയറക്ടർ ആരാണ്? PS ശ്രീകല. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണ് U ഷറഫ് അലി. ആരാണ്?
യു ഷറഫ് അലി ആണ് കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. അദ്ദേഹം ഒരു ഫുട്ബോൾ പ്ലെയർ ആണ് എന്നുകൂടി ഓർക്കുക, ചോദ്യം വരാം. യു ഷറഫ് അലി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? ഏതാണ്? ഫുട്ബോൾ ആണ്. കേരള സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് ആണ് യു ഷറഫ് അലി. സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ. സാഹിത്യം സച്ചി ഓർക്കുക. സാഹിത്യ അക്കാദമി ചെയർമാൻ ആരാണ്? കെ സച്ചിദാനന്ദൻ ആണ്. അങ്ങനെയെങ്കിൽ സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. മട്ടന്നൂർ ശങ്കരൻകുട്ടി ചെണ്ടവാദ്യാരാണ്. ഓർക്കുക, മട്ടന്നൂർ ശങ്കരൻകുട്ടി ഏത് വാദ്യോപകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ്? ചെണ്ടയാണ്. സംഗീതത്തിന് ചെണ്ടയും കൂടെ കൊട്ടിയാൽ വളരെ നല്ലതാണ്. അപ്പോൾ സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. അങ്ങനെയെങ്കിൽ ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരുത്ത്. ലളിത മുരളി എന്ന് ഓർക്കുക. ലളിത മുരളി. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരുത്ത്. സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. ചെണ്ടവാദ്യാരാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. മുരളി ചിരുത്ത് ചിത്രകലയാണ്. ലളിതാ മുരളി ചിത്രകല. ചിത്രം, ലളിതയുടെ ചിത്രം വരയ്ക്കുന്നതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ലളിതമായ ചിത്രം. ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരുത്ത് ചിത്രകല. നാടൻ കലാ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ. പടയണി കലാകാരനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ പടയണി. നാടൻ കല, പടയണി ഒരു നാടൻ കലയാണ്. അപ്പോ നാടൻ കലാ അക്കാദമി ചെയർമാനാണ് ഒ എസ് ഉണ്ണികൃഷ്ണൻ. ആരാണ്? ഒ എസ് ഉണ്ണികൃഷ്ണൻ. അങ്ങനെയെങ്കിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്. ചലച്ചിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്ന പേരാണ് രഞ്ജിത്ത് പണിക്കർ. രഞ്ജിത്ത് എന്നൊക്കെ പറയുന്ന പേര്. അപ്പോ രഞ്ജിത്ത് ബാലകൃഷ്ണനാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് രഞ്ജിത്ത് ബാലകൃഷ്ണൻ. അങ്ങനെയെങ്കിൽ വൈസ് ചെയർമാൻ പ്രേംകുമാർ. ഇടയ്ക്ക് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു, പ്രേംകുമാർ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ആയി എന്നൊക്കെ. അപ്പോ ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാൻ ആരാണ്? പ്രേംകുമാർ. അങ്ങനെയെങ്കിൽ ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ. അപ്പോൾ ഷാജിയുടെ കരുണയിലാണ് ചലച്ചിത്ര മേഖല വികസിക്കുന്നത് എന്ന് ഓർക്കുക. ഷാജിയുടെ കരുണയിലാണ് ചലച്ചിത്ര മേഖല വികസിക്കുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി എൻ കരുൺ. എങ്ങനെയാണ് ചലച്ചിത്ര മേഖല വികസിക്കുന്നത്? ഷാജിയുടെ കരുണയിലാണ്. ഷാജി എൻ കരുണാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ. ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷൻ പി കെ രാമചന്ദ്രൻ. നിലവിലെ ആസൂത്രണ ബോർഡ് ഉപാധ്യക്ഷനാണ് പി കെ രാമചന്ദ്രൻ. ആരാണ്? പി കെ രാമചന്ദ്രൻ. ലോകായുക്ത ചെയർമാൻ. നിലവിലെ കേരള ലോകായുക്ത ആരാണ്? സിറിയക് ജോസഫ്. സിറിയക് ജോസഫ് ആണ്. ഒത്തിരി നാളായിട്ട് അദ്ദേഹം തന്നെയാണ് കേരള ലോകായുക്ത. സിറിയക് ജോസഫ്. ഉപലോകായുക്തമാരുണ്ട് ബാബു മാത്യു, പി ജോസഫ്, ഹാറൂൺ ഉൽ റഷീദ്. ആരാണ്? ബാബു മാത്യു, പി ജോസഫ്, ഹാറൂൺ ഉൽ റഷീദ്. ഗതാഗത സെക്രട്ടറി. ഗതാഗത വകുപ്പ് മന്ത്രി നമുക്കറിയാം കെ ബി ഗണേഷ് കുമാർ ആണ്. അങ്ങനെയെങ്കിൽ ഗതാഗത സെക്രട്ടറി ആരാണ്? ഡോക്ടർ കെ വാസുകി. ഇടയ്ക്ക് പത്രത്തിൽ വാസുകിയുടെ ന്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു, ഫോട്ടോയൊക്കെ ഉണ്ടായിരുന്നു, ഓർത്തിരിക്കുക. ഗതാഗത സെക്രട്ടറിയാണ് ഡോക്ടർ കെ വാസുകി. അങ്ങനെയെങ്കിൽ നിലവിലെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആരാണ്? ബിജു പ്രഭാകർ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിട്ടുപോകരുത്. ഇതൊക്കെ ആയിരിക്കും റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരുന്നത്. നിലവിലെ വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആണ് ആര്? ബിജു പ്രഭാകർ. ആരാണ്? ബിജു പ്രഭാകർ. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചെയർമാൻ ഡോക്ടർ മുബാറക് ബാഷ. ആരാണ്? ഭാഷയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആണ്. ഭാഷ. എന്ത് ഭാഷ? ഡോക്ടർ മുബാറക് ബാഷ. ആദ്യത്തെ ആളാണ് മുബാറക് ബാഷ. അങ്ങനെയെങ്കിൽ നിലവിലെ അതായത് രണ്ടാമത്തെ വൈസ് ചെയർമാൻ ആണ് ഡോക്ടർ വി പി ജഗതിരാജ്. ആരാണ്? ഡോക്ടർ വി പി ജഗതിരാജാണ് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ രണ്ടാമത്തെ ചെയർമാൻ, അല്ലെങ്കിൽ നിലവിലെ ചെയർമാനാണ് ഡോക്ടർ വി പി ജഗതിരാജ്. കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലർ ആണ് ഡോക്ടർ സജി ഗോപിനാഥ്. നിലവിലെ അടിച്ചാലും ഡോക്ടർ സജി ഗോപിനാഥ് തന്നെയാണ് കാണിക്കുന്നത്. സത്യത്തിൽ രണ്ടാമത്തെ ആള് വേക്കന്റ് ആണ്.
കേരള ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് ഡോക്ടർ സജി ഗോപിനാഥ്. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ KS അനിൽ. അനിലാണ് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലർ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയുടെ പുതിയ വൈസ് ചാൻസലറാണ് ഡോക്ടർ KS അനിൽ. നിലവിലെ മിൽമ ചെയർമാൻ, മണി കൊടുത്താണ് മിൽമ പാല് നമ്മൾ വാങ്ങുന്നത്. മിൽമ മണി, KS മണിയാണ് മിൽമ ചെയർമാൻ. മിൽമ ചെയർമാൻ ആരാണ്? KS മണി. KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സ് ചെയർമാനാണ് സെയ്ദ് അക്തൽ മിശ്ര. മറക്കരുത്, സെയ്ദ് അക്തൽ മിശ്രയാണ് KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സിന്റെ ചെയർമാനാണ് സെയ്ദ് അക്തൽ മിശ്ര. KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ആർട്സിന്റെ ഡയറക്ടറാണ് G ജോയ് രാജഗോപാൽ. ഡയറക്ടർ ആരാണ്? G ജോയ് ആണ്. G ജോയ് രാജഗോപാൽ ഡയറക്ടറും ചെയർമാൻ ആരാണ്? സെയ്ദ് അക്തൽ മിശ്രയാണ്. സെയ്ദ് അക്തൽ മിശ്രയാണ് ചെയർമാൻ. ഡയറക്ടറാണ് G ജോയ് രാജഗോപാൽ. 15ാം നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ആരാണ്? ചിറ്റയം ഗോപകുമാർ ആണ് 15ാം നിയമസഭ ഡെപ്യൂട്ടി സ്പീക്കർ. അദ്ദേഹത്തിന്റെ മണ്ഡലം അടൂരാണ്. അങ്ങനെയെങ്കിൽ പ്രോട്ടൈം സ്പീക്കർ ആരായിരുന്നു? PTA റഹീം. PTA റഹീമാണ് 15ാം നിയമസഭയുടെ പ്രോട്ടൈം സ്പീക്കറായത്. PTA റഹീമാണ്. കുന്നമംഗലം MLA ആണ് PTA റഹീം. 15ാം നിയമസഭയുടെ പ്രതിപക്ഷ നേതാവ് നമുക്കറിയാം VD സതീശൻ. ആരാണ്? VD സതീശൻ. നോർത്ത് പറവൂരാണ് VD സതീശന്റെ മണ്ഡലം, ഓർത്തിരിക്കുക. 15ാം നിയമസഭയുടെ ചീഫ് വിപ്പ് ആരാണ്? ഡോക്ടർ N ജയരാജ്. ഡോക്ടർ N ജയരാജ് ആണ് ചീഫ് വിപ്പ് ആയിരുന്നത്. ഒന്നുകൂടെ നോക്കാം. 15ാം നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ചിറ്റയം ഗോപകുമാർ ആണ് ഡെപ്യൂട്ടി ചിറ്റയം. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. പ്രോട്ടൈം സ്പീക്കർ പ്രോട്ടൈം സ്പീക്കർ PTA റഹീം. പ്രോട്ടൈം സ്പീക്കർ PTA റഹീം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിയമസഭ ചീഫ് വിപ്പ് ഡോക്ടർ N ജയരാജ്. നിലവിലെ കേരള അഡ്വക്കേറ്റ് ജനറൽ ആണ് K ഗോപാലകൃഷ്ണൻ കുറുപ്പ്. അഡ്വക്കേറ്റ് ജനറൽ ആണ് K ഗോപാലകൃഷ്ണൻ കുറുപ്പാണ് നിലവിലെ നമ്മുടെ കേരള അഡ്വക്കേറ്റ് ജനറൽ. അപ്പോൾ ആരാണ്? നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആണ് K ഗോപാലകൃഷ്ണൻ കുറുപ്പ്. ഇനി കുറച്ച് ADGPമാരെ നോക്കാം, ഓർത്തിരിക്കുക. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം. ആരാണ്? മനോജ് എബ്രഹാം ആണ് ഇന്റലിജൻസ് ADGP. ലോ ആൻഡ് ഓർഡർ MR അജിത് കുമാർ. ലോ ആൻഡ് ഓർഡർ MR അജിത് കുമാർ ആണ് ലോ ആൻഡ് ഓർഡർ ADGP. അപ്പോൾ ഇന്റലിജൻസ് ADGP ആരാണ്? മനോജ് എബ്രഹാം ആണ്. ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ. അങ്ങനെയെങ്കിൽ ക്രൈംബ്രാഞ്ച് നമുക്ക് വെങ്കിടേഷിന് കൊടുക്കാം. വെങ്കിടേഷ്. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കിടേഷ്. ക്രൈംബ്രാഞ്ചിന് കൊടുക്കാന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കൂടുതലും നോക്കുന്നത് എന്താണ്? തമിഴ് കൾച്ചറുള്ള ആളുകളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ H വെങ്കിടേഷ് ആണ് ക്രൈംബ്രാഞ്ച് ADGP. ജയിൽ ADGP ആരാണ്? ബൽറാം ഉപാധ്യായ. ജയിൽ ADGP ബൽറാം ഉപാധ്യായ. അപ്പോൾ 4 ADGPമാരെയാണ് നമ്മൾ പറഞ്ഞത്. ഇന്റലിജൻസ് ADGP മനോജ് എബ്രഹാം. ലോ ആൻഡ് ഓർഡർ MR അജിത് കുമാർ. ക്രൈംബ്രാഞ്ച് ADGP H വെങ്കിടേഷ്. ജയിൽ ADGP ബൽറാം ഉപാധ്യായ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോയിന്റ്മെന്റ്സ് ആണ് നമ്മളിന്ന് നോക്കിയത്. ഇതൊന്നും തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്, എല്ലാം വായിച്ച് പഠിക്കുക. വളരെ രസകരമായ ടോപ്പിക്കുകളുമായിട്ട് വരും ക്ലാസ്സുകളിൽ കാണാം. ഇന്നത്തെ ക്ലാസ് ഇതോടെ അവസാനിക്കുന്നു. താങ്ക്